എന്റെ പൊന്നെ ഇച്ചിരി പൈസ വരാറുണ്ട്, അത് വന്നോട്ടെ. അത് വരുമ്പോഴത്തേനും കൊച്ചിന്റെ ക്ലാസ് കട്ടാവും. ഇന്ന് ഫീസ് അടച്ചില്ലെങ്കിൽ പൈസ എടുക്കുക ക്ലീറ്റോ. പൈസ ഞാൻ അച്ചടിച്ച് വെച്ചിട്ടൊന്നുമില്ല. ഇത് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനില്ല. ഇവിടെ അച്ചടിച്ച് വെച്ചിട്ടില്ല. 500, 50, 100 എന്ന് പറഞ്ഞ് എടുക്കാനായിട്ട്. അതെ, ഇച്ചിരി ഒരു 10-25 അടുത്ത് നിന്ന് കിട്ടാനുണ്ട്. ഒരു മേടിക്കാൻ പോകാൻ ഒരു 500 രൂപ വേണം. അതുണ്ടെങ്കിൽ തന്നെ ഫീസ് അടയ്ക്കാനുള്ള ഇല്ലാന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആ 500 രൂപ ഉണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കാര്യം കാണും. നിങ്ങളുടെ പാർട്ടിയുടെ കുട്ടികളിക്കുള്ളതല്ല പൈസ. ഒരു പ്രയോജനമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി വെള്ളം ഇട്ട് രാവിലെ അങ്ങോട്ട് ഇറങ്ങി. കൂടുതൽ പാർട്ടിയെ പറഞ്ഞ് കളിക്കണ്ട കേട്ടോ. പാർട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഗുണം ഉണ്ടാവില്ലായിരിക്കും. ഞങ്ങൾക്ക് ആർക്കും ഒരു ഗുണവും ഇല്ല. നിങ്ങൾക്ക് എന്താ ഗുണം? നിങ്ങളുടെ ഭാര്യയ്ക്ക് മോക്കും ചെലവിന് കൊടുക്കാൻ പറ്റണ്ടേ ഈ പാർട്ടി കൊണ്ട്? എന്റെ തങ്ക, നീ ഇപ്പൊ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ ഓരോ അതൊന്നും പറയല്ലേ. കാര്യം പറയുമ്പോ എല്ലാവർക്കും ഭ്രാന്ത് പിടിക്കും. അവിടെ തപ്പണ്ട, അവിടെ ഇല്ലാന്നാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഭ്രാന്ത് പിടിക്കുന്നു. ഇപ്പൊ കഴിക്കാൻ വല്ലതും ഉണ്ടാവുമോ? കഴിക്കാൻ എല്ലാ ദിവസവും നിങ്ങൾ കഴിച്ചിട്ടല്ലേ പോണത്? പട്ടണിക്ക് ഇവിടുന്ന് വിടാറില്ലല്ലോ. 5 മിനിറ്റ് അവിടെ ഇരിക്കി. ദോശ ഉണ്ടാക്കണം. ഇനി ഉണ്ടാക്കിയാലേ പറ്റൂ. അല്ല, ദോശ എന്ന് പറയുമ്പോൾ ദോശ തന്നെ ആയി വരും. ഇല്ലാത്ത കാശ് ഉണ്ടാക്കി മാവ് അരച്ച് വെക്കുമ്പോഴത്തേനും അറിയാത് ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന്. ഇനി നീ ദോശ ചൂടുകയാണല്ലേ. എനിക്ക് നീ ദോശ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ ലില്ലി മോളെ, ഭയങ്കര മണമാണ് കേട്ടോ. ദോശ ആരുണ്ടാക്കിയാലും നല്ല മണം. അതെ, എന്നാലും നീ ഉണ്ടാക്കണം. ഇത് പിന്നെ വാങ്ങി മാവാണോ ഇവിടെ ആട്ടിയ മാവാണോ? ഇവിടെ അങ്ങനെ വാങ്ങാറില്ലല്ലോ, നമ്മൾ തന്നെയല്ലേ ആട്ടിയ മാവല്ലേ? അത് തന്നെ അതിൻ്റെ ഒരു മണം ഉണ്ട് കേട്ടോ. നല്ല എവിടെ പോണ രാവിലെ 1-2 ചെറിയ അത്യാവശ്യം. നിന്റെ കെട്ടിയവനും മാവനും ഒക്കെ ഇവിടെ രണ്ടും കൂടെ നടക്കാൻ പോയിട്ടുണ്ട്. നന്നായി. അത് ഈ രാവിലെ നടത്താൻ നല്ലതാണേ. ചേട്ടനാണ് ആദ്യം നടന്നത്. ഈ പൊണ്ണത്തടിയൊക്കെ ഒന്ന് പറയട്ടെ. പൊടി എവിടെ നിന്ന്? ഞാനൊരു പ്രമുഖനല്ലേ, പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കണമെങ്കിൽ ഇച്ചിരി തടിയൊക്കെ വേണം. പതിവില്ലാതെ ഒന്നുമില്ല, വെറുതെ. പിന്നെ എന്താ വെച്ചാൽ എനിക്കൊരു 25,000 രൂപ കിട്ടാനുണ്ട്. ദോശ മറിച്ചിടാറായില്ല. അപ്പം അത് മേടിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ദൂരെയുള്ളൊരു കക്ഷിയാ തരാന്ന് പറയാം. അൻസാറിൻ്റെ ഒരു മാമയാ. അപ്പം അതൊരു പോണതിനൊരു 10-500 രൂപ വേണ്ടി വരും. വണ്ടിയില്ലേ പോകാൻ? വണ്ടി ഉണ്ടടി. വണ്ടിയിൽ പെട്രോൾ അടിച്ച് പിന്നെ ഭക്ഷണം കഴിച്ച് ചിലവില്ലേ. അപ്പോൾ നീ ഇപ്പോൾ ഒരു 500 രൂപ തരികയാണെങ്കിൽ 25,000 കിട്ടുമല്ലോ. അത് മേടിച്ചുകൊണ്ടിരും. വൈകിട്ട് നിനക്ക് 500 രൂപ അതിൻ്റെ പലിശയായിട്ട് ഞങ്ങൾ തിരിച്ചു തരാം. എൻ്റെ എവിടുന്നാ വീട്ടിൽ വെച്ചിട്ട പൈസ? ഇന്നലെ തന്നെ ഗ്യാസുകാരൻ വന്നിട്ട് തപ്പിപ്പെറുക്കിയാ കൊടുത്തത്. അത് തന്നെ ഏട്ടൻ്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റുന്ന പൈസ. അല്ലടി, നീ ഒന്ന് നോക്ക്. നീ ശ്രമിച്ചാൽ നടക്കും. ഇവിടെ എവിടെയെങ്കിലും കാണാതിരിക്കൂല. ഉറപ്പൊന്നുമില്ല. ഞാനൊന്ന് പോക്കറ്റിലൊക്കെ നോക്കട്ടെ ഏട്ടൻ്റെ. നോക്ക്, നീ ഒന്ന് ശ്രമിച്ചാൽ നോക്കാവേ. ഉറപ്പ്. സ്വന്തം പെങ്ങളെ മോഷണത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു മാന്യൻ ലോക പ്രമുഖൻ വൈകിട്ട് വരാന്ന് പറഞ്ഞേട്ടാ. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ എന്നോട് ചോദിക്കാതെ എൻ്റെ പോക്കറ്റ് കയറ്റെടുക്കും. അല്ല, ഇപ്പം എടുത്താലും ഏട്ടൻ വരുമ്പോൾ എന്നോട് ഞാൻ പറയുമല്ലോ. എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും തിരിച്ചു തന്നിട്ടുണ്ടോ അടിച്ചു മാറ്റുന്നത്? അല്ലടാ, അവൻ എന്തോ അർജന്റ് ഉണ്ടായിട്ടല്ലേ. എന്ത് അർജന്റ്? ഇവൻ എന്നാണ് അർജന്റ് ഇല്ലാത്തത്? ക്ലീറ്റോമോനെ, എനിക്ക് ഇത്തിരി പൈസ വരാണ്ടേ. ആരാ പറഞ്ഞത്? ഞാന്. ഇത് അവൻ്റെ കാര്യമല്ലേ? ഓടാവുന്നു. ഇത് കളിയാക്കാൻ പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞു. സ്ഥിരം പറയുന്നതാണ് എനിക്ക് ഇത്തിരി പൈസ വരാണ്ടെന്ന്. അതല്ല, അവനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അവൻ അവളോട് വന്ന് ചോദിക്കണം. അല്ലാണ്ട് അങ്ങനെ ചോദിക്കാറില്ല. ഞാൻ ഇപ്പൊ കാര്യമായിട്ട് പറഞ്ഞതാ. നാളെ മതിയെങ്കിൽ ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തരാം. മതിയോ? നല്ല കാര്യം. ഞാൻ പോട്ടല്ലോ. ദോശ കരിഞ്ഞ ദോശ വയറ് നിറഞ്ഞു. 500 ഉറുപ്പിക ഉണ്ടാവും കൊടുക്കാൻ. എന്തിന് കൊടുക്കാടാ? ചുമ്മാ ഓരോ ഉടായ്പൂരായിട്ട് അവൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ പിറകെ ഓരോരുത്തർ താങ്ങി പിടിച്ച് നടത്തുള്ളൂ. ഒരുത്തി മോട്ടിക്കാൻ, ഒരുത്തർ കൊടുക്കാൻ, ഒരാൾ കൊടുക്കാൻ, മറ്റുള്ളവരെല്ലാം കണ്ണടച്ച് വിശ്വസിക്കാൻ. ഏട്ടാ, ഇത് കേട്ടിട്ട് എനിക്ക് ഉടായ്പായിട്ട് തോന്നിയില്ല. ചേട്ടാ, നീ ന്യായീകരിച്ചാണ്ടെന്നേ ഒരേ കേസ് ഉണ്ടാകും. ഇതുപോലുള്ള ഓരോ നമ്പറിൽ കണ്ട ഇതുവരെ നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഉണ്ടല്ലോ.